തമിഴകം ഇപ്പോൾ വമ്പൻ ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. കാരണം DMK, AIADMK ഉൾപ്പെടെയുള്ളവരെ തകർത്തു എറിഞ്ഞുകൊണ്ടാണ് വിജയുടെ പാർട്ടിയായ TVK വലിയ രീതിയിൽ ഒരു തേരോട്ടം നടത്തിയത്. പുതിയ സർക്കാർ ഏതുമാവട്ടെ, BLM കൂടെയുണ്ട്. പുതിയ സർക്കാരിന് ആശംസകൾ. രാജ്യത്തെ ഏറ്റവും വലിയ മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, എല്ലാവർക്കും ഭവനം, PLMന്റെ ലക്ഷ്യം. നിലവിൽ 3 പാർട്ടികൾക്കും വലിയ ഭൂരിപക്ഷമൊന്നും ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം. നിലവിൽ വിജയ് സത്യപ്രതിജ്ഞ ചെയ്യാതെ ഇരിക്കാൻ ഈ 2 പാർട്ടികളും നോക്കുന്നുണ്ട്. അടുത്ത മുഖ്യമന്ത്രി വിജയോ അതോ എടപ്പാടി കെ പളനിസ്വാമി ആണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. അതോ തമിഴകം ഇനി ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമോ, അതോ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമോ എന്ന് ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്. ഈ 3 ചോദ്യങ്ങൾക്കായി കാത്തിരിക്കുകയാണ് തമിഴ്നാട്. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയാകുമെന്നും ഇടതു പാർട്ടികളും VCKയും പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് TVK. എന്നാൽ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഇതിനിടെ വിജയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് ഗവർണർ വാർത്താക്കുറിപ്പ് ഇറക്കിയതും വെല്ലുവിളിയാണ്. വിജയ്ക്ക് ഭൂരിപക്ഷം തെളിയിക്കാനായില്ലെങ്കിൽ DMKയുടെ പിന്തുണയോടെ AIADMK സർക്കാരിന് ഉള്ള ചർച്ചകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. എന്തും സംഭവിക്കാവുന്ന സാഹചര്യമാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. 16 മണിക്കൂറിനിടെ 2ാം വട്ടവും ലോക്സഭയിലെത്തിയ വിജയ് സർക്കാർ രൂപീകരണത്തിനുള്ള ക്ഷണം കിട്ടാതെ നിരാശനായാണ് മടങ്ങിയത്. TVKയ്ക്ക് കേവല ഭൂരിപക്ഷം ഇല്ല എന്നും 118 MLAമാരുടെ പിന്തുണയില്ലാതെ സ്ഥിരതയുള്ള സർക്കാർ എങ്ങനെ സാധ്യമാകുമെന്നാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ചോദിക്കുന്നത്. അതായത് തമിഴ്നാട് ഗവർണർ വിജയോട് ചോദിച്ചത്. പിന്നാലെ CPM കൂടാതെ CPI കൂടാതെ മുസ്ലിം ലീഗ്, PCK പാർട്ടികളുടെ ഓഫീസുകളിലേക്ക് വിജയുടെ സംഘം, അതായത് TVKയുടെ സംഘം പാഞ്ഞെത്തുകയാണ്. 2 MLAമാരുള്ള 4 പാർട്ടികൾക്കും മന്ത്രിസ്ഥാനവും കൂടാതെ NDA കക്ഷികളുമായി ഒരു ബന്ധവും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകാനായിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്നത്തെ യോഗത്തിന് ശേഷം മാത്രമേ CPMും CPIയും മറ്റുള്ള ചെറിയ പാർട്ടികളും ഒരു നിലപാടെടുക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഇന്നലെ TVK രാത്രിയോടുകൂടി മടങ്ങിയത്. കൂടാതെ TVKയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എന്ന് ഗവർണർ ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയതും സർക്കാർ രൂപീകരണത്തിൽ നിന്ന് വിജയെ തടഞ്ഞതും അത് വോട്ടർമാരുടെ ഒരു രോഷത്തിന് കാരണമായി നിൽക്കുന്നുണ്ടെന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്. കൂടാതെ മന്ത്രി അതായത് സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ബാക്കി ഭൂരിപക്ഷം മൊത്തത്തിൽ തെളിയിക്കാം, അതായത് 118 സീറ്റുകൾ ആയി മൊത്തത്തിൽ ഒരു ഭൂരിപക്ഷം തെളിയിക്കാമെന്ന്, അത് 14 ദിവസത്തിനകം അങ്ങനെ തെളിയിക്കാമെന്നൊക്കെ വിജയ് പറഞ്ഞുവെങ്കിലും ഗവർണർ അതിന് സമ്മതിച്ചിട്ടില്ല. ഇന്ന് സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നാണ് TVK പറയുന്നത്. എന്നാൽ ഭൂരിപക്ഷം തെളിയിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നാണ് ഇപ്പോൾ DMKയിലെ തർക്കം. AIADMK DMK സഖ്യം വേണമെന്ന ആവശ്യവുമായി DMKയിലെ മുതിർന്ന നേതാക്കളും കരുണാനിധി കുടുംബത്തിലെ ചില അധികാര കേന്ദ്രങ്ങളും സ്റ്റാലിൻ മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് സൂചന. വിജയ്ക്ക് അധികാരം ലഭിച്ചാൽ തുടർഭരണത്തിന് സാധ്യത ഉണ്ടെന്നും ഭൂരിപക്ഷം തെളിയിക്കാനാകാതെ തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ TVK തരംഗം ഉണ്ടാകുമെന്നും, അതായത് വീണ്ടും ഒരു TVK തരംഗം ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. സഖ്യകക്ഷി നേതാക്കളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ സ്റ്റാലിൻ ജനവിധി വിജയ്ക്ക് അനുകൂലമാണെന്നും എതിർക്കുന്നത് ധാർമ്മികത അല്ല എന്നാണ് സ്റ്റാലിൻ പറയുന്നത്. പരമ്പരാഗത വൈകാരികളാണെങ്കിലും വിജയെ മാറ്റി നിർത്താൻ AIADMKയുമായി ചേർന്ന് ഒരു മഹാദ്രാവിഡ മുന്നണി രൂപീകരിക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലവിലുണ്ട്. എന്നാൽ DMKയുടെ പുതിയ പ്രമേയങ്ങൾ ഇന്ന് ഇതൊക്കെ തള്ളിക്കളയാണ്. കോൺഗ്രസ് TVK പാളയത്തിലേക്ക് പോയെങ്കിലും അവരുടെ സീറ്റ് ഒന്നും തന്നെ വിജയ്ക്ക് പര്യാപ്തമല്ല ഒരു സർക്കാർ രൂപീകരിക്കാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DMK പറയുന്നത് കോൺഗ്രസ് DMKയെ ചതിച്ചു, അതായത് പിന്നിൽ നിന്ന് കുത്തി വലിയൊരു ചതി രാഹുൽ ഗാന്ധി ഇപ്പോൾ സ്റ്റാലിനോട് കാണിച്ചിട്ടുണ്ട് എന്നാണ് അവർ DMK തന്നെ പറയുന്നത്. അപ്പോൾ സ്റ്റാലിനും ഇപ്പോൾ എടപ്പാടി പളനിസ്വാമിയും കൂടെ ചേർന്നുകൊണ്ട്, അതായത് DMKയും AIADMKയും കൂടെ ചേർന്നുകൊണ്ട് ഒരു സർക്കാർ രൂപീകരിക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഇന്ന് വൈകുന്നേരത്തു കൂടി മാത്രമേ തമിഴ്നാട്ടിൽ ഒരു വ്യക്തമായ ഒരു സ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ.